പീസ് ആൻഡ് ജോയ്. ഗീതോ മെത്രാസിന്റെ മന്ദിരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഫ്രാൻസിസ് ഒരു പഞ്ഞിക്കെട്ട് പോലെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. തൻ്റെ ഭാരം നഷ്ടപ്പെട്ടതുപോലെ ഫ്രാൻസിസിന് തോന്നുകയാണ്. ഈ ലോകവുമായിട്ട് ബന്ധിപ്പിച്ചിരുന്ന എല്ലാ കെട്ടുപാടുകളും പൊട്ടിത്തകർക്കപ്പെട്ടു. എല്ലാം തൻ്റെ ജീവിതത്തിൽ നിന്ന് ഭാരങ്ങളെല്ലാം മാറിയതായിട്ട് ഫ്രാൻസിസിന് അനുഭവപ്പെടുകയാണ്. പുറത്തേക്ക് അവൻ നോക്കി, ഒരു പുതിയ സൂര്യോദയം പോലെ. തനിക്ക് പനി ബാധിച്ചതിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ ഒന്നിനും ഒരു ഊർജമില്ലാതെ, ഒന്നും ഒരു പ്രചോദനം നൽകാതെ, ഒന്നിനും സൗന്ദര്യമില്ലാത്തതായിട്ട് ഫ്രാൻസിസിന് തോന്നിയിരുന്നു. എല്ലാത്തിൻ്റെ മനോഹാരിത നഷ്ടപ്പെട്ടതായിട്ട്. എന്നാൽ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ദൈവം മാത്രമേ ഉള്ളൂ എന്ന മനോഭാവത്തിൽ ഫ്രാൻസിസ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എല്ലാം കൂടുതൽ മനോഹരമായിട്ട് ഫ്രാൻസിസിന് തോന്നി. അവൻ്റെ ഉള്ളിൽ ഒരു വലിയ സന്തോഷത്തിൻ്റെ ഗാനം ഉയരുവാൻ തുടങ്ങി. അത് ആലപിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഫ്രാൻസിസ് ഗ്രാമവീതിയിലൂടെ, തെരുവീതികളിലൂടെ, വനാന്തരങ്ങളിലൂടെയൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നടക്കുക. എല്ലാറ്റിനും ഒരു പുത്തൻ സൗന്ദര്യം, ഒരു പുത്തൻ പരിശുദ്ധാത്മാഭിഷേകത്തിൽ ഒരു പുതിയ കാഴ്ചപ്പാടുകളും പുതിയ വീക്ഷണങ്ങളും തുറന്നു കിട്ടിയതുപോലെ ഫ്രാൻസിസ് സന്തോഷത്തോടെ നടക്കുകയാണ്. അപ്പോഴത് എതിരെ ഒരു കൂട്ടം കൊള്ളക്കാർ വരികയാണ്. അവർ ആയുധങ്ങൾ എടുത്ത് വീശിക്കൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ആളുകളെ ഓടിച്ചുകൊണ്ട് ഫ്രാൻസിസിൻ്റെ അടുത്തേക്ക് വന്നു. ഫ്രാൻസിസ് ഒരു ധനാഢ്യൻ്റെ മകനായെന്ന് അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചു. പക്ഷേ അവന് ഒരു പ്രത്യേകമായ സന്തോഷത്തിലും ആനന്ദത്തിലും അവരെ നോക്കിയാണ്. അവരുടെ ആയുധങ്ങളുടെ മൂർച്ചയോ അവരുടെ മുഖത്തെ ക്രൂരഭാവമോ ഒന്നും ഫ്രാൻസിസിനെ പേടിപ്പിക്കുന്നില്ല. ഫ്രാൻസിസ് സന്തോഷത്തോടെ, ആകാംക്ഷ നിറഞ്ഞ കണ്ണുകളോടെ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി. അവരെ സന്തോഷത്തോടെ നോക്കിയാണ്. ഇവരെല്ലാം എൻ്റെ ക്രിസ്തുവിൻ്റെ വിലയാൽ, രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണല്ലോ. ഇവരെല്ലാം എൻ്റെ ഈശോയുടെ വില കൊടുത്ത് നേടിയവരാണല്ലോ. ഫ്രാൻസിസ് സന്തോഷത്തോടുകൂടി അവരുടെ നേരെ ചെന്നു. അവരാകട്ടെ വളരെ കോപത്തോടെ, ക്രോധത്തോടെ, എന്താണ് പിടിച്ചു പറിക്കേണ്ടതെന്ന ബോധ്യത്തോടെ ആയുധങ്ങളുമായിട്ട് ഫ്രാൻസിസിന് അടുത്തേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ വലിച്ചു കീറി മർദ്ദിച്ചു. ഫ്രാൻസിസ് തിരികെ ഒന്നും പറഞ്ഞില്ല. ഒട്ടും ഭയമില്ലാത്ത അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവർ ചോദിച്ചു, നീ ആരാണ്? അവർക്കറിയാവുന്ന ഒരു ഫ്രാൻസിസ് അല്ല ഇവൻ. അവൻ പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ സന്ദേശവാഹകനാണ്, ഞാനൊരു മഹാരാജാവിൻ്റെ സന്ദേശവാഹകനാണ്. അവർക്ക് തോന്നി ഇവൻ എന്തോ ഭ്രാന്തായിട്ടുണ്ട്. ഉടനെ അവനെ എടുത്ത് അടുത്തുള്ള മഞ്ഞുകുഴിയിലേക്ക് ഇട്ടു. ആ തണുപ്പത്ത് ആ വസ്ത്രങ്ങൾ കീറിയ വസ്ത്രത്തോടെ മഞ്ഞുകുഴിയിലേക്ക് ഫ്രാൻസിസ് വീണു. അവൻ അവിടെ കിടന്നുകൊണ്ട് സന്തോഷത്തോടു കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തി അവരുടെ നേരെ നോക്കി. ഫ്രാൻസിസിൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് ഇതായിരുന്നു. തൻ്റെ വസ്ത്രമെല്ലാം കീറിയിരിക്കുന്നു, താൻ വീണ്ടും ദരിദ്രനായിരിക്കുന്നു, ഞാൻ ദരിദ്രനായി തീർന്നിരിക്കുകയാണ്. നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി സ്വർഗത്തിലെ മഹത്വമെല്ലാം വെടിഞ്ഞ് ഈശോ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വചനം മാംസം ധരിച്ചതുപോലെ എനിക്ക് കൂടുതൽ ദരിദ്രനാവാനായിട്ട് സാധിച്ചു. അതിനെന്നെ സഹായിച്ചത് ഈ പാവപ്പെട്ട സഹോദരങ്ങളാണ്. അവർക്ക് നന്ദി പറഞ്ഞു. അവർ അത്ഭുതത്തോടു കൂടി അവൻ്റെ നേരെ നോക്കി. അവരുടെ കണ്ണുകളിൽ ഇതുവരെ കാണാത്ത ഒരു കാഴ്ച കാണുകയായിരുന്നു. അവർ നോക്കിയപ്പോൾ അവൻ്റെ മുഖത്തെ ഭാവത്തിന് വെറുപ്പില്ല, സ്നേഹവും കരുണയും മാത്രം. അവരുടെ ഉള്ളിൽ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം ആരംഭിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ചുറ്റും പരിശുദ്ധ അമ്മ എലിസബത്തിനെ നോക്കിക്കൊണ്ട് അഭിവാദനം ചെയ്തപ്പോൾ, അവളുടെ ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് അവളുടെ അതിര സംസാരിച്ചപ്പോൾ, അവളുടെ ഹൃദയം വചനം സംഗ്രഹിക്കപ്പെട്ടതായിരുന്നു. ആ ആത്മാവും ജീവനുമായ വചനം തന്നെയാണ് അവളുടെ ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് അവളുടെ അതിരങ്ങളിലൂടെ പുറത്തു വന്നത്. അത് കേട്ട് എലിസബത്തിൻ്റെ ഉള്ളിൽ കിടന്ന കുഞ്ഞും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ഫ്രാൻസിസിനെ പോലെയും നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് സമാധാനം കൊടുക്കാൻ, മാനസാന്തരത്തിൻ്റെ കരുണയുടെ നോട്ടങ്ങൾ കൊണ്ടും പുഞ്ചിരി കൊണ്ടും അവരെ ആശ്വസിപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.